തിരുവനന്തപുരം ജവഹർ നഗറിൽ 10 കോടി രൂപ വിലമതിക്കുന്ന വസ്തു തട്ടിയെടുത്ത കേസിൽ പുറത്തുവരുന്നത് ഭൂമാഫിയയും ഉദ്യോഗസ്ഥ ലോബിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം. സബ് രജിസ്ട്രാർ ലക്ഷ്മിയുടെ അറിവോടെയും ഒത്താശയോടെയുമാണ് അമേരിക്കൻ മലയാളിയുടെ സ്വത്ത് തട്ടിയെടുത്തത്. അതിനായി ലക്ഷ്മി കൈക്കൂലിയായി വാങ്ങിയത് 10 ലക്ഷം രൂപയും 10 സ്മാർട്ട് ഫോണുകളും. വ്യാജരേഖകൾ ഉണ്ടാക്കി സ്വത്ത് തട്ടിയെടുക്കാൻ ഒത്താശ ചെയ്തത് ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ലക്ഷ്മി തന്നെയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ മ്യൂസിയം പോലീസിന് ലഭിച്ചു. സമാനമായ മറ്റ് ക്രമക്കേടുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പരിശോധന തുടരുകയാണ്. അമേരിക്കൻ മലയാളിയായ ഡോറ അസറിയ ക്രിപ്സ്റ്റന്റെ ഉടമസ്ഥതയിലുള്ള നഗരഹൃദയത്തിലെ കോടികൾ വിലമതിക്കുന്ന വസ്തു തട്ടിയെടുക്കാൻ ഒത്താശ ചെയ്തതിന് ശാസ്തമംഗലം സബ് രജിസ്ട്രാർ കെ ലക്ഷ്മിക്ക് 10 ലക്ഷം രൂപയും 10 മൊബൈൽ ഫോണുകളും പ്രതിഫലമായി ലഭിച്ചതായാണ് കണ്ടെത്തൽ. ലക്ഷ്മിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ സമാന കുറ്റകൃത്യങ്ങളിൽ മുൻപ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാകുമെന്നും മ്യൂസിയം പോലീസ് അറിയിച്ചു. ഡോറയുടെ ജവഹർ നഗറിലെ 14.5 സെന്റ് സ്ഥലവും 6000 ചതുരശ്ര അടിയുള്ള വീടുമാണ് തട്ടിപ്പ് സംഘം കൈക്കലാക്കാൻ ശ്രമിച്ചത്. ഇതിനായി ഉടമയായ ഡോറയോടും ചെറുമകളോടും രൂപസാദൃശ്യമുള്ള 2 സ്ത്രീകളെ സംഘം കണ്ടെത്തുകയായിരുന്നു. വട്ടപ്പാറ സ്വദേശിനി വസന്തയെ ഡോറയായും പുനലൂർ സ്വദേശിനി മെറിനെ ചെറുമകളായും അവതരിപ്പിച്ച് വ്യാജ ഇഷ്ടദാന കരാറുണ്ടാക്കി. ഈ രേഖ ഉപയോഗിച്ച് വസ്തു വ്യവസായിയായ അനിൽ തമ്പിയുടെ ബന്ധുവിൻ്റെ പേരിലേക്ക് മാറ്റുകയായിരുന്നു. സബ് രജിസ്ട്രാറുടെ സഹായത്തോടെയായിരുന്നു ഇത്. ആൾമാറാട്ടം നടത്തിയത് ആരും തിരിച്ചറിയാതിരിക്കാൻ സബ് രജിസ്ട്രാർ ഓഫീസിന് പരിസരത്തിന് പുറത്തുവെച്ചാണ് പ്രമാണങ്ങളിൽ ഒപ്പിടിച്ചതും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതും. ഇതിനായി സബ് രജിസ്ട്രാർ ലക്ഷ്മിയും ആധാരമെഴുത്തുകാരൻ മണികണ്ഠനും തമ്മിൽ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് കണ്ടെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.